വ്യത്യസ്തമായ ലഹരി വിരുദ്ധ പോരാട്ടവുമായി ജോയ്സ് മുക്കടം. തൻ്റെ ബൈക്കിൽ ഒറ്റയ്ക്ക് വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച് ലഹരിക്കെതിരെ മാജിക്കിലൂടെ ബോധവൽക്കരണം നടത്തുകയാണ് അദ്ദേഹം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നും റിട്ടയർഡായ ജോയ്സ് മുക്കടം തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നതിനായി ഉപയോഗിക്കുകയാണ്. കോതമംഗലം രൂപതയുടെ മധ്യവിരുദ്ധ സമിതി വൈസ് പ്രസിഡന്റും KCBC പ്രൊലൈഫ് സമിതിയുടെ രൂപതാ പ്രസിഡന്റുമാണ് ജോയ്സ് മുക്കടം. ഞാൻ ജോയ്സ് മുക്കടം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നും 2013 റിട്ടയർഡായ ഒരു സ്റ്റാഫാണ്. ഒപ്പം ഒരു 40 വർഷമായി ലഹരി വിമുക്ത പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ചു വരുന്നു. കോതമംഗലം രൂപതയുടെ മധ്യവിരുദ്ധ സമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. KCBC പ്രൊലൈഫ് സമിതിയുടെ രൂപതാ പ്രസിഡന്റാണ്. KCBC കൾച്ചറൽ ഫോറം സംസ്ഥാന കോർഡിനേറ്ററാണ്. സീറോ മലബാർ സഭയുടെ പ്രോലൈഫ് അപ്പസ്റ്റോലേറ്റിൻ്റെ സെക്രട്ടറിയാണ്. ഇങ്ങനെ വിവിധ നിലകളിൽ നിന്നുകൊണ്ട് ലഹരിക്കെതിരെയും പ്രത്യേകിച്ച് മറ്റ് സാമൂഹിക തിന്മകൾക്കെതിരെയും മാജിക് എന്ന വിസ്മയത്തിലൂടെ മാജിക് ഷോ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അവയർനെസ് പ്രോഗ്രാം എല്ലാം കൊടുക്കുന്നത്. ലഹരിക്ക് എതിരെ 2-3 മണിക്കൂർ ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാജിക് ഷോ ഉണ്ട്. ഏത് ഗ്രൂപ്പിനും എവിടെ വെച്ചും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ്, പോലീസ്, അങ്ങനെ നിരവധി യൂണിവേഴ്സിറ്റി തലങ്ങളിൽ തൊട്ട് നിരവധിയായ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാജിക് എന്ന വിസ്മയ കലയിലൂടെയാണ് നമ്മൾ പ്രോഗ്രാം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കെന്ന് പറയുന്നത് വളരെ ഭയാനകം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരും തലമുറ നാശത്തിൻ്റെ പടുകുഴിയിൽ തലകുത്തി വീട് നശിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണുക. മദ്യവും മയക്കുമരുന്നും ചരസും കഞ്ചാവും രാസലഹരികളും എല്ലാം കൊണ്ട് ഒരു സമൂഹം, ഒരു തലമുറയായി തീരേണ്ട യുവജനങ്ങൾ കെട്ടടങ്ങുന്നു എന്നുള്ള വേദനാജനകമായ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ മനസാക്ഷിയുള്ളവർക്ക് ആർക്കും കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. അതുകൊണ്ടാണ് കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇത്തിരി വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൈലറ്റ് വാഹനം മാത്രമാണിത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിപുലമായ സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള പരിപാടികളോടുകൂടെ പബ്ലിക് അവയർനെസ്സിന് ഞങ്ങൾ ഇറങ്ങാനായിട്ട് രൂപതാ തലത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ വിവിധ മധ്യവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ചേർത്തുകൊണ്ട്, എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. അപ്പം നമുക്കറിയാം, ഇന്ന് കുട്ടികളുടെയും അവരുടെ തലച്ചോറുമെല്ലാം ഒരു 30 വയസ്സിനുള്ളിൽ ആ യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ടാൽ പിന്നെ അവരെ കയറ്റിക്കൊണ്ടുവരിക ബുദ്ധിമുട്ടാണ്. ഇന്ന് പത്രമാധ്യമങ്ങളുടെ അകമ്പുറം പേജുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഡി അഡിക്ഷൻ സെൻ്ററുകളെല്ലാം ഫുള്ളായി എന്നാണ് അറിയാൻ കഴിയുക. ഈ കഴിഞ്ഞ ദിവസം കേട്ടത് ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ 9 വയസ്സുള്ള പല കുട്ടികളുണ്ടെന്നാണ്. ഒരിക്കൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരെ എൻ്റെ വീട്ടിൽ വെച്ച് കാണാനിടയായപ്പോൾ അവർ പറഞ്ഞൊരു വാക്കിതാണ്: 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഡി അഡിക്ഷൻ സെൻ്ററിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് വളർന്ന് വലുതായി നാളത്തെ IAS-കാരും IPS-ഉം എയർ ഹോസ്റ്റസും പൈലറ്റും കവിയും കലാകാരനും പത്രപ്രവർത്തകരും മീഡിയാസും ഒക്കെ ആയിത്തീരേണ്ട നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഇതുപോലെ നിത്യനാശത്തിലേക്ക് വഴി വീഴുമ്പോൾ ഒരു രാസലഹരിയുടെ ഒരു ഉഷ്ണ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയുക? വലിയൊരു കൂട്ടം മരണത്തിൻ്റെ കരുനിഴൽ വീണുകൊണ്ടിരിക്കുകയാണ്. വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകുമോ എന്നുള്ളത് കൊണ്ട് ഇരുട്ടിനെ പഴിക്കാതെ വെളിച്ചം തെളിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കോതമംഗലം രൂപതയുടെ ഭക്ത പ്രവർത്തനങ്ങളോട് ചേർന്നുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ മാജിക് എന്ന് പറയുന്ന ഒരു വിസ്മയമാണ്. അത് പ്രത്യേകിച്ച് അതിന് കൺകെട്ടോ കുട്ടിച്ചാത്രോ ഒന്നും അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കൂ, എൻ്റെ കയ്യിൽ ഒരു കൊച്ച് ഒരു MDMA എന്ന് എഴുതിയത് എൻ്റെ കയ്യിലുണ്ട്. MDMA എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെത്തലിൻ ഡയോക്സി മെറ്റാഫിറ്റമിൻ എന്നാണ്. ഇത് ഒരു 2 കോഴ്സ് എടുത്താൽ ബ്രെയിനിനെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുക. ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് വൈദ്യശാസ്ത്രത്തിന് പോലും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, മെത്തലിൻ ഡയോക്സി മെറ്റാഫിറ്റമിൻ എന്ന് പറയുന്നത്. ഈ മെറ്റാഫിറ്റമിൻ എന്നൊക്കെ പറയുന്നത് മെഡിസിൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും വേറെ കൂടെ പല രാസഘടകങ്ങളോട് ചേരുന്നുകൊണ്ട് എന്താണെന്നറിയില്ല.
5-8 വർഷത്തിനുള്ളിൽ പല്ല് ദ്രവിച്ച് എല്ല് പൊടിഞ്ഞ് എത്തരത്തിലുള്ള ജീവിതങ്ങൾ ഇല്ലാതായി തീരും എന്നൊക്കെയാണ് പറയപ്പെടുക. ശരിയായ ട്രീറ്റ്മെൻറ്റ് പോലുമില്ല. അവരൊക്കെ വിവാഹിതരായാൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുക. കാരണം ആ വ്യക്തിയിൽ, മനസ്സിൽ, ശരീരത്തിൽ ഇതിൻ്റെ വിഷാംശം കയറിക്കൂടുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഒരു ഉപ്പ് പോലെ, പഞ്ചസാര പോലെ ഇരിക്കുന്ന വെളുത്തതോ ചെറിയ ലൈറ്റ് ക്രീം കളറിലുള്ളതോ സാധനങ്ങളൊക്കെ ആയിരിക്കാം പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അഡിക്ഷൻ ആയാൽ പിന്നെ അതിൽ പിന്മാറുക ബുദ്ധിമുട്ടാണ്. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഓർക്കുന്നു. 2 കോഴ്സ് തൊടുപുഴ എന്ന ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് എടുത്തതാണ്. പക്ഷേ ഡി അഡിക്ഷൻ സെൻറ്റർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഇന്ന് ആ വ്യക്തിയുടെ മെമ്മറി സ്റ്റഡി ആയിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് തലമുറ പോകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നാശം വിതയ്ക്കുന്ന ഈ രാസലഹരി, ഈ ലഹരിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, MA പഠിക്കാൻ പോയാലും MD പഠിക്കാൻ പോയാലും MDMA വാങ്ങാനായി നിങ്ങളാരും പോകരുതേ, MDMA വാങ്ങാനായി നിങ്ങളാരും പോകരുതേ. ചുരുക്കി പറഞ്ഞാൽ ഉള്ളിടത്തൊക്കെയും MDMA, പെട്ടിക്കടകളിൽ MDMA, മാടക്കടകളിൽ MDMA, നാടടക്കം ഇന്ന് MDMA എങ്ങും എവിടെയും സുലഭമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ MDMA പല പീസുകളാക്കി ഒന്ന് മാറ്റാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോക്കിയിരിക്കാം, ശ്രദ്ധിച്ചു നോക്കുക. MDMA ഇതുപോലെ യുവത്വങ്ങളെയും കൗമാരങ്ങളെയും മധ്യവയസ്കർ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻ പഠിക്കുന്ന സ്റ്റുഡൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല പ്രൊഫഷൻസ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു വാർത്ത, തെറ്റോ ശരിയോ എന്ന് ഞാൻ കണ്ടില്ല, കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഒരു ഡോക്ടർ സർജനാണ്. അദ്ദേഹം MDMA ഉപയോഗിച്ചതിന് ശേഷമാണ് സർജറിക്ക് തുനിയുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊരു ഡോക്ടറുടെ തന്നെ പ്രസ്താവനയായിരുന്നു. പരസ്യമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ MDMA എന്ന രാസലഹരി ഉപയോഗിക്കുന്നു. അതിൽ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും ആ മനുഷ്യൻ്റെ അവസ്ഥ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ, ആ വ്യക്തിയുടെ ഭാവി എന്തായിത്തീരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ MDMA ആ വ്യക്തിയുടെ ജീവനാശം വരുത്തും. നമുക്കറിയാം, എല്ലാ ലഹരിയും ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ നശിപ്പിക്കുക എന്നുള്ള സെറിബെലം, സ്പൈനൽ കോഡ്, കേന്ദ്ര നാഡീമുഖത്ത് മുഴുവൻ തളർത്തിക്കളയും. പിന്നെ മനഃശാസ്ത്രപരമായിട്ടൊക്കെ പറഞ്ഞാൽ ഒരു രസത്തിനും കമ്പനിക്ക് ജിജ്ഞാസ പോലും ഷൈൻ ചെയ്യാൻ, സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ടെൻഷൻ മാറ്റാൻ, ഉറക്കം കിട്ടാൻ, ബോറടി മാറ്റാൻ, ഇങ്ങനെ പല പല കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞുകൊണ്ടാണ് യുവജനങ്ങൾ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി, നമുക്കറിയാം ഹാപ്പിനെസ് തരുന്ന ഹോർമോൺസ് MDMA ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ് എല്ലാ മനുഷ്യർക്കും ഈ ഹാപ്പിനെസ് തരുന്ന ഹോർമോൺ. പക്ഷേ MDMA ഉപയോഗിക്കുമ്പോൾ അത് അനേകം മടങ്ങ് വർദ്ധിക്കുമ്പോൾ ആനന്ദ ലഹരിയിലൊക്കെ ആറാടും. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും അത് കെട്ടടക്കുന്നു. അങ്ങനെ അഡിക്ഷനിലേക്ക് പോവുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരുന്നു. MDMA പല പീസുകളാക്കി ഞാനിത് മാറ്റി. പ്രിയപ്പെട്ടവരെ, ജീവനാണ് വലുത്, ജീവിതമാണ് വലുത്. അതുകൊണ്ടാണ് KCBC പ്രോലൈഫ് സമിതിയും മധ്യവിരുദ്ധ സമിതിയും സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റും ചേർന്ന് ജീവന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ തന്നെയാണിത്. യാതൊരു പ്രതിഫലവും ഇല്ല, നന്മ വരാൻ വേണ്ടിയിട്ടുള്ള അധ്വാനമാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് 67 വയസ്സുണ്ട്. വീട്ടിലെവിടെയെങ്കിലും പെൻഷനൊക്കെ മേടിച്ച് ശാന്തമായിട്ട് ഇരുന്നാൽ മതി. പക്ഷേ ഈ പൊരുവെയിലത്ത് നടക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇത് കണ്ടിട്ട് എല്ലാവരും അങ്ങോട്ട് മാനസാന്തരപ്പെട്ടിട്ടല്ല, പക്ഷേ മാധ്യമങ്ങളിലൂടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഒരു കൊച്ചു ട്രിക്ക് നിങ്ങളെ കാണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ശ്രദ്ധിച്ചുകൊള്ളുക. ജീവനാണ് വലുത്, ജീവിതമാണ് വലുത്. അപ്പൊ ജീവനെയും ജീവിതത്തെയും ഹനിക്കുന്നത് എന്തും നിന്ദ്യമായി കാണാനുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ആ പല പീസുകളാക്കി മാറ്റിയ ആ കടലാസ് കഷ്ണങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ ഞാനൊന്ന് വിടർത്താനായിട്ട് പോവുകയാണ്. അത് വിടർത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട സന്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവനാണ് വലുത്, ജീവിതമാണ് വലുത്. അപ്പോൾ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തുന്ന ഇതുപോലുള്ള തിന്മകൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തിക്കണം. നമ്മൾ ഓർക്കുക, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ കൊണ്ട് പരിഹാരമാകുമോ? ഇല്ല. വീടുകൾ തോറും നാടുകൾ തോറും ദുരന്തം വിതയ്ക്കുന്ന ലഹരി വസ്തുക്കൾ, അത് മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, അതുപോലെ കറുപ്പ്, കെറോയിൻ, ബ്രൗൺ ഷുഗർ, കോഡിൻ, ഫെതഡിൻ, സെമറ്റിൽ, വാലിയം, ലിബ്രിയം, LSD, PCP, ഉറക്കകുടികൾ ആയിട്ട് പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന രീതികൾ, അങ്ങനെ എന്തെല്ലാം രീതികളിലൂടെയാണ് ഇത് കടന്നു വരുന്നത്. അതുകൊണ്ട് ഒറ്റത്തവണ ഉപയോഗം കൊണ്ട് തന്നെ തലച്ചോറിന് ക്ഷതമേൽപ്പിക്കാൻ പോരുന്ന ഈ ഒരു മയക്കുമരുന്ന്, ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ നമുക്കറിയാം ഭ്രാന്ത്, അതുപോലെ മാനസിക വിഭ്രാന്തി, മായാലോകത്തുകൂടി നടക്കുന്ന പോലെ നടക്കുക,
ഓടുക, ബഹളം, ഓട്ടം, അട്ടഹാസം, ഇതെല്ലാം ഒരു കുടുംബത്തിൽ വന്നാൽ ആ നല്ല കുടുംബമാകേണ്ട കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? മാതാപിതാക്കളുടെ ടെൻഷൻ എന്താണ്? അങ്ങനെ ഒരു വ്യക്തി സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ ഈ സമൂഹത്തിൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണ്? അതുപോലെ കുടുംബത്തിലെ കൊലപാതകവും കത്തിക്കുത്തും എല്ലാം പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്, വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ ഈ പോക്ക് എങ്ങോട്ട്? അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായി തീരേണ്ട കേരളം ഇന്നൊരു പോരളമായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലഹരിക്കെതിരെ കൈ ഉറക്കാം. ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ നമ്മളെല്ലാവരും ആ ജീവന്റെ മഹത്വം മനസ്സിലാക്കി കൈ ഉയർത്താൽ ഒറ്റക്കെട്ടായിട്ട്. അതോടൊപ്പം തന്നെ ഭരണകൂടങ്ങൾ ശക്തമായ നിലപാടുകൾ എടുക്കണം. ലഭ്യതയാണ് ഉപയോഗത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ലഭ്യത കുറയ്ക്കണം. 2, വ്യാപനം തടയണം. 3, ശക്തമായ നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാവണം. 4മതൊരു കാര്യമെന്ന് പറയുന്നത് ശരിയായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. കിലോ കണക്കിന് കഞ്ചാവുകളും രാസലഹരികളും പിടിച്ചെടുക്കുമ്പോൾ ഇത് നാളെയുടെ പ്രഭാതത്തിൽ ഇത് എവിടെ പോകുന്നു എന്നുള്ളത് പോലും അറിയില്ല. ഒരുപക്ഷെ തിരിച്ച് ഇത് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുത്താൽ മാത്രമേ ഈ ദുരന്തത്തെ കുറെയെങ്കിലുമൊക്കെ ഈ അറുതി വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളോട് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിനോട് ഞങ്ങൾ രൂപതാ തലത്തിലുള്ള എല്ലാവിധ സപ്പോർട്ടും തരും. ഞങ്ങളും ആ കാര്യത്തിന് ഈ കൈകോർക്കുന്നതിന് വേണ്ടി ഞങ്ങളും ഇറങ്ങിത്തിരിക്കും എന്ന് ശക്തമായി ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ടും ഈ സമൂഹത്തോട് അപേക്ഷിക്കുകയാണ്. തലമുറ കെട്ടടങ്ങി പോകല്ലേ. നശിച്ചു പോയാൽ നമുക്ക് ഈ കേരളം ആര് നോക്കി? നാളത്തെ ലോകത്തിൻ്റെ അല്ലെ കേരളത്തിൻ്റെ ഭരണചക്രം ആര് തിരിക്കും എന്നുള്ളത് നമ്മൾ അറിയണം. ഇനി പ്രായമായ നമ്മളെപ്പോലുള്ളവർക്ക് ഭരണചക്രം തിരിക്കാനായിട്ട് ഇനി കഴിയില്ലല്ലോ. അപ്പം നാളത്തെ IAS-കാരും ഉയർന്ന എഞ്ചിനീയേഴ്സും അങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു നല്ല കേരളം സ്വപ്നം കാണാനായിട്ട് കഴിയണം. സുന്ദരമായ കേരളം സ്വപ്നം കാണാനായിട്ട് കഴിയണം. ഐശ്വര്യ കേരളം, സുന്ദര കേരളം നമുക്ക് സ്വപ്നം കാണാൻ കഴിയട്ടെ എന്നുള്ള ആശംസ നേർന്നുകൊണ്ട് ലഹരി മുക്തമായ സമൂഹം ഉദയം ചെയ്യാൻ എല്ലാവരും കൈ ഉറക്കണം എന്നുള്ള അപേക്ഷയോടുകൂടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒറ്റക്കെട്ടായി മുന്നേറാം. ഉണരൂ യുവജനമേ, ഉണരൂ ഉണരൂ ഉണരൂ, തിരിയൂ ലഹരിക്കെതിരെ. ലഹരി ഒരുക്കും അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ ഉണരൂ. ലഹരി ഒരുക്കും അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ ഉണരൂ. ഉണരൂ ഉണരൂ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ.